അനന്തുവിന്റെ സംസ്കാരം ഉച്ച കഴിഞ്ഞ് വഴിക്കടവിലെ വീട്ടുവളപ്പിൽ വെച്ച് നടക്കുന്നതായിരിക്കും. അന്ത്യാഞ്ജലി അർപ്പിക്കാനായി സഹപാഠികളും നാട്ടുകാരും ഉൾപ്പെടെ വലിയ ജനാവലിയാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം വനമന്ത്രിയുടെ ഉൾപ്പെടെ പ്രതികരണത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്. ആദ്യം ഇംതിയാസിലേക്കാണ്. ഇംതിയാസ് ആ വീട്ടിലാണുള്ളത്. ഇംതിയാസ്, കണ്ടു നിൽക്കാനാകാത്ത തരത്തിലുള്ള കാഴ്ചകളാണ്. അവിടെ നിന്നും ഓരോരുത്തരും അവസാനമായി അനന്തുവിനെ ഒരു നോക്ക് കാണുവാൻ വേണ്ടിയിട്ട് ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴായിരിക്കും സംസ്കാരം? പൂജ, അപ്പോഴൊക്കെ ഈ കുടുംബത്തിലുള്ള പലരും പിന്നെ അവരുടെ മകനെ നഷ്ടപ്പെട്ടതിലുള്ള വേദന വളരെ വേദനയോടെ തന്നെ പറയുന്നുമുണ്ടായിരുന്നു. ഇപ്പോൾ സ്കൂളിലെ പൊതുദർശനമെല്ലാം കഴിഞ്ഞ് ഈ വീട്ടിലേക്ക് കൂടെ എത്തുമ്പോൾ വലിയൊരു ജനക്കൂട്ടം ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തി എന്നുള്ളതാണ് നമ്മൾ ഒരിക്കലും അങ്ങനെ പ്രതീക്ഷിക്കുന്നത്. കാരണം നേരത്തെ തന്നെ പറഞ്ഞൊരു പൊതുദർശനം കഴിഞ്ഞാലുടൻ വളരെ കുറച്ച് സമയത്ത് പൊതുദർശനത്തിന് ശേഷം സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കാമെന്നായിരുന്നു. പക്ഷേ വലിയ ആളുകൾ, വലിയ രീതിയിൽ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തി അനന്തപുരം നോക്ക് കണ്ട് മടങ്ങുന്നവർക്കൊക്കെ വലിയ സങ്കടത്തോടു കൂടി അവർ കരയുന്നതൊക്കെ നമ്മൾ കണ്ട്. എന്തായാലും ഇപ്പോൾ കുറേയധികം ആളുകൾ കണ്ടു കഴിഞ്ഞു. ഇനി ഇവരുടെ തന്നെ ഒരു ബന്ധു ഇങ്ങോട്ടേക്ക് എത്താനുണ്ട്. ആ ബന്ധു ഉടനെ എത്തുമെന്നാണ് ഇപ്പോൾ കരുതുന്നത്. അവർ കൂടെ എത്തിക്കഴിഞ്ഞാൽ അവർ കൂടെ കണ്ടതിന് ശേഷം തൊട്ടടുത്ത് ശ്മശാനമുണ്ട്. ആ ശ്മശാനത്തിൽ തന്നെ സംസ്കരിക്കുകയും ചെയ്യും. ആ രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. 1:30 കൂടി അത്തരം ചടങ്ങുകളിലേക്ക് കടക്കുമെന്നാണ് ഇപ്പോൾ കരുതുന്നത്. കാരണം ഈ സ്കൂളിൽ 10 മിനിറ്റ് പൊതുദർശനത്തിന് വെച്ച സമയത്ത് അവിടെയുള്ള പല കുട്ടികൾക്കും കാണാൻ കഴിയുമെങ്കിലും എന്നാൽ കാണാൻ കഴിയാത്ത ചില കുട്ടികൾ കൂടെ ഉണ്ടായിരുന്നു. അവർ കൂടെ ഇങ്ങോട്ടേക്ക് എത്തുന്നു. അതോടൊപ്പം തന്നെ ഈ സംഭവം അറിഞ്ഞ് ഓടിയെത്തിയ മറ്റു സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഓടിയെത്തിയ ആളുകളുണ്ട്. അങ്ങനെ ഈ പ്രദേശത്തുകാരോ അതല്ലെങ്കിൽ ഈ നാട്ടുകാരോ മാത്രമല്ല, പല ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തി അനന്തപുരത്ത് കണ്ട് മടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു സ്ഥിതിവിശേഷം. നേരത്തെയൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചാത്തലമായതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥികൾ ഒന്നടങ്കം 4 BJPയുടെയും അതുപോലെ തന്നെ UDFന്റെയും CPMന്റെയും അൻവർ അടക്കമുള്ള സ്ഥാനാർത്ഥികളെല്ലാം ഇങ്ങോട്ടേക്ക് രാവിലെ മുതൽ എത്തി ബന്ധുക്കളെ. ശരിയാണ്, അതെല്ലാം കണ്ടതാണ്. കുറച്ചു മുൻപാണ് അനന്തുവിന്റെ ഒരു പാട്ട് നമ്മൾ കേൾക്കുന്നത്. അങ്ങനെ ഓരോരുത്തർക്കും പ്രിയപ്പെട്ടവനാണ് എന്ന് ടീച്ചർ പോലും പറയുന്ന ഒരു കാര്യമാണ്. വേദനിപ്പിക്കുന്ന കാഴ്ചകളാണ്.